നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ടിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒഴിവരിക്കുന്ന വ്രണവുമായി എത്തിയ ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളുടെ 5 വയസ്സുള്ള മകൾ സുനിമോൾക്കാണ് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതെന്നാണ് പരാതി. മോഷ്ടിച്ച സ്കൂട്ടറിലെത്തി യുവതിയുടെ മാല കവർന്ന മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കാട്ടുമുണ്ട പറമ്പൻ നജ്മലിനെയാണ് പോലീസിന് കൈമാറിയത്. ഇന്ന് 12:30 സംഭവം. മലയോര മേഖലയായ വഴിക്കടവ് കാരക്കോട് പുത്തരിപ്പാടത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പ്രദേശത്ത് പന്നിക്കൂട്ടം വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിവെക്കുന്നത്. അറയിൽ സതീദേവിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലെ 300ഓളം കമുങ്ങുകളാണ് കാട്ടുപന്നികൾ കുത്തിമറിച്ചും കടപുഴക്കിയും നശിപ്പിച്ചത്. മിണ്ടാപ്രാണിയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച ജോമോന്റെ മനസാന്നിധ്യത്തിന് കൈയടിക്കുകയാണ് നിലമ്പൂർ സർക്കിളിലെ മുക്കം ട്രാൻസ്ഫോർമർ പരിധിയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കുട്ടിക്കുരങ്ങനാണ് KSEB ജീവനക്കാരന്റെ ഇടപെടലിലൂടെ പുനർജന്മം ലഭിച്ചത്. വാർത്തകൾ വിശദമായി. കരുവാരക്കുണ്ടിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വണ്ടൂർ വാണിയമ്പലം തൊടികപ്പുലം ഭാഗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 16കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി 16കാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട്. പോലീസ് 16കാരനിൽ നിന്നും കൂടുതൽ മൊഴി എടുത്തു വരികയാണ്. ഇന്നലെയാണ് പെൺകുട്ടിയെ കാണാതായത്. വൈകുന്നേരമായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി. സോഷ്യൽ മീഡിയ വഴിയും കുട്ടിയെ കാണാത്ത വിവരം അറിയിച്ചിരുന്നു. കരുവാരക്കുണ്ട് പോലീസ് പരാതിയിൽ അന്വേഷണം നടത്തി വരവെയാണ് പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ കുട്ടി സ്കൂൾ പരിസരം വരെ എത്തിയതായി CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പെൺകുട്ടിയെ കാണാതായത് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇതേ സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ 16കാരനെയും കാണുന്നില്ലെന്ന വിവരം അറിയുന്നത്. പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമുള്ള വീട്ടിൽ വെള്ളം ചോദിച്ച് 16കാരൻ എത്തിയിരുന്നു. പരവശനായ ഇയാളോട് വെള്ളം കൊടുത്ത വീട്ടുകാർ വിവരം അന്വേഷിച്ചപ്പോൾ വണ്ടൂരിലെ ഒരു കടയിൽ താൻ ജോലി ചെയ്തു വരികയാണെന്നും വഴിതെറ്റി വന്നതാണെന്നും 16കാരൻ മറുപടി നൽകി. ഇതോടെ 16കാരന്റെ ഫോൺ നമ്പർ വീട്ടുകാർ വാങ്ങി. വീട്ടിലെത്തിയാൽ വിളിക്കണമെന്നും പറഞ്ഞു. ഇതുപ്രകാരം രാത്രി 11 മണിയോടെ താൻ വീട്ടിലെത്തിയതായി 16കാരൻ അറിയിച്ചു. നാടിനെ നടുക്കിയ കൊലപാതക വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. വിജനമായ ഈ സ്ഥലത്തേക്ക് ഇവർ എങ്ങനെ എത്തിയെന്നതും ദുരൂഹമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുഴുവരിക്കുന്ന വ്രണവുമായി എത്തിയ ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളുടെ 5 വയസ്സുള്ള മകൾ സുനിമോൾക്കാണ് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതെന്ന പരാതി. തലയുടെ പുറകിലുള്ള വ്രണത്തിന് ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ മണികണ്ഠന്റെ വാഹനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഇവർ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചെന്നും തിരിച്ചുവരുന്ന വഴിയിൽ വേദന കൂടിയതിനെ തുടർന്ന് പ്രൊമോട്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെന്നും മണികണ്ഠൻ പറഞ്ഞു. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ സ്ഥിരമായിട്ട് ട്രൈബൽ രോഗികളെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇന്നലെ പോത്തിൽ പഞ്ചായത്തിൽ ചെമ്പ്ര നഗറിൽ നിന്നും സുരേഷ് സുനിത ദമ്പതികളുടെ മകളായ സുനിമോളെയും കൊണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് വന്നു. കുട്ടിയുടെ ശരീരത്തിൽ വ്രണം ശരീരമാകുന്നുണ്ട്, തലയിലുണ്ട്. അതിൽ തലയുടെ പുറകിലുള്ള ഒരു വ്രണത്തിൽ പുഴു കണ്ടതിന് ഡോക്ടർമാരെ ധരിപ്പിക്കുകയും നിലമ്പൂർ കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പുഴു ഒക്കെ ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. 7:45 ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് പോണത്. 8:45 മഞ്ചേരി എത്തി. ഡോക്ടർമാർ പരിശോധിച്ച് സർജറി ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. സർജറി ഡോക്ടറെ കണ്ട് സർജറി അപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ തിരക്കിലായിരുന്നു.
അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പുഴുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. വീട്ടിലേക്ക് വന്ന് ഇന്ന് രാവിലെ വീണ്ടും ഒരു പേഷ്യൻ്റെയും കൊണ്ട് നിലമ്പൂർ വന്നു. ഒരു 9 മണിയാകുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ കൊണ്ടുപോയ പേഷ്യൻ്റ് വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വണ്ടിയായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഒരു രോഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരെ ഡിസ്ചാർജ് അല്ലേ, അവരെയും കൂടെ കൊണ്ടുപോകാമെന്ന് കണക്കാക്കി ആ രോഗീനെയും കൂടെ കൂട്ടി നേരെ മഞ്ചേരി പോയി. മഞ്ചേരിയിൽ നിന്ന് ആ രോഗീനെ വണ്ടിയിൽ കയറ്റി തിരിച്ച് മമ്പാട് എത്തിയ സമയത്ത് എത്തുന്ന സമയത്ത് 2-3 പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, കുട്ടി എന്തിനാ കരയുന്നത്? അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ജലവും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകണ കാണാനുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു. അതിൽ നേരെ ഞാൻ ട്രൈബൽ ഓഫീസിലേക്ക് വിളിച്ചു. മഞ്ചേരിയിലുള്ള നന്ദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും മഞ്ചേരിക്ക് തന്നെ വരണോ അതോ നിലമ്പൂർ കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, നിലമ്പൂർ എത്താനായില്ല, ഞങ്ങൾ നിലമ്പൂർ ഡോക്ടറെ ഒന്ന് കാണിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്. ഏകദേശം ഒരു 10-25 പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും 5 വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു. അത് വീണ്ടും വന്നിട്ട് മഞ്ചേരിക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ മഞ്ചേരി വേണ്ടത് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്ന സംശയത്തിൽ അത് വീണ്ടും കോഴിക്കോട്ടേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ടേക്കാണ് ആ കുട്ടീനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ജില്ലാ ആശുപത്രിയിൽ വ്രണത്തിൽ നിന്നും നിരവധി പുഴുക്കളെ നീക്കം ചെയ്തു. തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മോഷ്ടിച്ച സ്കൂട്ടറിലെത്തി യുവതിയുടെ മാല കവർന്ന മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കാട്ടുമുണ്ട പറമ്പൻ നശുമലിനെയാണ് പോലീസിന് കൈമാറിയത്. ഇന്ന് 12:30ഓടെയാണ് സംഭവം. കാട്ടുമുണ്ട മൂലിപ്പടിയിലെ കടയിൽ ജീവനക്കാരിയായ ബിന്ദുവിന്റെ 3.25 പവൻ മാലയാണ് പ്രതി പൊട്ടിച്ച് കടന്നു കളയുവാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നതിനാൽ കടയിൽ ബിന്ദു മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധനങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിനിടയിൽ പെട്ടെന്നാണ് മാല പൊട്ടിച്ചത്. ബിന്ദു ഒച്ച വച്ചതോടെ സമീപത്തുണ്ടായിരുന്ന കടക്കാരനും മറ്റാളുകളും ഓടിയെത്തി. പ്രതിയുടെ പോക്കറ്റിലാക്കിയ മാല പിടിച്ചു വാങ്ങി പോലീസിനെ വിളിച്ചു വരുത്തി പ്രതിയെ കൈമാറുകയായിരുന്നു. ഞാൻ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ജോലി ചെയ്യുന്ന ഷോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തൊട്ട കടയിലൊന്നും ആളുണ്ടായിരുന്നില്ല. ആ സമയത്ത് പള്ളിയിൽ പോയ സമയമായിരുന്നു എല്ലാവരും സ്റ്റാഫൊക്കെ. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഒരാൾ വന്ന് സാധനം ചോദിച്ചു. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ എൻ്റെ മാല പിടിച്ച് വലിച്ച് പൊട്ടിച്ച് ഓടി. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് തൊട്ട കടക്കാരൻ വന്നിട്ടാണ് ഇയാളെ പിടിച്ചത്. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ചു വെച്ചു. പിന്നെ പോലീസിലെ ഏൽപ്പിച്ച് പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി. ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടർ 3 ദിവസം മുൻപ് നടക്കാവ് ഭാഗത്തു നിന്നും മോഷ്ടിച്ചതാണെന്നും പോലീസ് പറഞ്ഞു. വാഹന ഉടമ നടക്കാവ് സ്റ്റേഷനിൽ വണ്ടി നഷ്ടപ്പെട്ടതായി കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ബിന്ദുവിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു. മലയോര മേഖലയായ വഴിക്കടവ് കാരക്കോട് പുത്തിരിപ്പാടത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പ്രദേശത്ത് പന്നിക്കൂട്ടം വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിവെക്കുന്നത്. റെയിൽ സതീദേവിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലെ 300ഓളം കമുങ്ങുകളാണ് കാട്ടുപന്നികൾ കുത്തിമറിച്ചും കടപുഴക്കിയും നശിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ മേഖലയിൽ കാട്ടുപന്നികൾക്ക് പുറമെ കാട്ടാനകളുടെ ശല്യവും അതിരൂക്ഷമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് കർഷകർക്ക് ഇതിനോടകം ഉണ്ടായിട്ടുള്ളത്. കൃഷിയിടങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രദേശത്ത് അടിയന്തരമായി സോളാർ വേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൃഷിനാശം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. മിണ്ടാപ്രാണിയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച ജോമോന്റെ മനസാന്നിധ്യത്തിന് കൈയടിക്കുകയാണ് നിലമ്പൂർ സർക്കിളിലെ മുക്കം ട്രാൻസ്ഫോർമർ പരിധിയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റു വീണ കുട്ടിക്കുരങ്ങനാണ് KCB ജീവനക്കാരന്റെ ഇടപെടലിലൂടെ പുനർജന്മം ലഭിച്ചത്. കണ്ണിട്ടുണ്ട്. സാറുണ്ട് ഇതിനൊക്കെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല.
പോത്തുകല്ല് സെക്ഷനിലെ ലൈൻമാൻ ജോമോനാണ് ഈ കരുണാർദ്രമായ പ്രവൃത്തിയിലൂടെ നാട്ടുകാരുടെ ഹീറോ ആയത്. കഴിഞ്ഞ ദിവസം ജോലി തിരക്കിനിടയിലാണ് ട്രാൻസ്ഫോമറിന് സമീപം കുട്ടിക്കുരങ്ങൻ ഷോക്കേറ്റ് തറയിൽ വീണത് ശ്രദ്ധയിൽപ്പെട്ടത്. വീഴ്ചയുടെ ആഘാതത്തിലും ഷോക്കേറ്റതിനാലും ശ്വാസമെടുക്കുവാൻ പ്രയാസപ്പെട്ട അബോധാവസ്ഥയിലായിരുന്നു കുരങ്ങൻ. മറ്റൊന്നും ആലോചിക്കാതെ ജോമോൻ ഉടൻ തന്നെ കുരങ്ങിനടുത്തെത്തുകയും CPR നൽകുവാൻ ആരംഭിക്കുകയും ചെയ്തു. മിനിറ്റുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ കുരങ്ങൻ കണ്ണു തുറക്കുകയും ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിലാവുകയും ചെയ്തു. തുടർന്ന് കുരങ്ങൻ പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേറ്റ് ഓടിപ്പോകുന്നത് കണ്ട ശേഷമാണ് ജോമോനും സഹപ്രവർത്തകരും മടങ്ങിയത്. ഇറക്കത്ത് നിർത്തിയിട്ട സ്വന്തം മിനി ലോറി ഉരുണ്ടുവന്ന ദേഹത്ത് കയറി ഉടമയ്ക്ക് ദാരുണമായ അന്ത്യം. എടക്കര പെരുങ്കുളം തോണിക്കൈ വട്ടക്കുന്നിൽ ഷിജു ആണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. രാത്രി 8ഓടെയാണ് അപകടം. വാഹനത്തിന്റെ ഡ്രൈവറും ഷിജു തന്നെയാണ്. വീടിന് സമീപം ചെറിയ ഇറക്കത്തിലുള്ള വഴിയിലാണ് മിനി ലോറി ഷിജു നിർത്തിയിട്ടത്. നിർത്തിയ വാഹനത്തിൽ നിന്നും വീട്ടു സാധനങ്ങൾ എടുത്ത് വഴിയിലൂടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വാഹനം ഉരുണ്ടുവന്ന് ദേഹത്ത് തട്ടിയിരുന്നു. വഴിയിലേക്ക് വീണ ഷിജുവിന്റെ കഴുത്തിലൂടെ വാഹനം കയറിയിറങ്ങി. നാട്ടുകാരെത്തി വാഹനം നീക്കിയാണ് ഷിജുവിനെ പുറത്തെടുത്തത്. അപ്പോഴേക്കും മരിച്ചിരുന്നു. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച സംസ്കരിക്കും. ഭാര്യ രമ്യ, മക്കൾ ആദിത്യ, ആതിര, പിതാവ് പരേതനായ സദാനന്ദൻ, മാതാവ് പരേതയായ കമലാക്ഷി. മലപ്പുറം ജില്ലയിൽ അനധികൃത മദ്യമയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പ് നടപടികൾ ഊർജിതമാക്കി. എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ലഹരി ഉപയോഗവും വിതരണവും കൂടുതലായി കണ്ടെത്തിയ ഇടങ്ങളിൽ എക്സൈസ് സംഘം സംയുക്ത മിന്നൽ പരിശോധന നടത്തി. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം നേരത്തെ നടത്തിയ നിരീക്ഷണത്തിലൂടെ ലഹരി ഇടപാടുകളുടെ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ നിലമ്പൂർ സർക്കിൾ പരിധിയിലെ വീട്ടിക്കുന്ന്, പുള്ളിപ്പാടം, കക്കാടംപൊയിൽ, വെണ്ടേക്കുംപൊയിൽ, ഇടിവണ്ണ, കുരിശുപാറ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം, കാളികാവ് റേഞ്ച് ഇൻസ്പെക്ടർ അനീഷ് KV എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. നിലമ്പൂർ സർക്കിൾ സംഘം, കാളികാവ് റേഞ്ച് സംഘം, മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നിവർ സംയുക്തമായാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിലും ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരി വിൽപ്പനയോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ വിവരങ്ങൾ കൈമാറാവുന്നതാണ്. മലപ്പുറം എക്സൈസ് കൺട്രോൾ റൂം 0483 2734 ടോൾ ഫ്രീ നമ്പറുകൾ 9061 178 000 944 71 78 000. ബഹുസ്വരതയുടെ പാരമ്പര്യമാണ് കത്തോലിക്ക സഭയുടേതെന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ പറഞ്ഞു. ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സാമുദായ ശാക്തീകരണ വർഷാചരണം ഫെറോന തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപൂർവങ്ങളായവർക്ക് ലഭിക്കുന്ന വളരെ അനിതരസാധാരണമായ ഒരു നേതൃത്വ ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഓസ് പോപ്പുലി ഓസ് ഡേയ്, ജനശബ്ദം ദൈവശബ്ദം എന്നത് നൂറ്റാണ്ടുകളിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മഹത്വചനമാണ്. വാസ്തവത്തിൽ പൊതുജനം തങ്ങളുടെ പൗരാവകാശം വിനിയോഗിച്ചതിലൂടെ ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങളുടെ പേരുകളിലേക്ക് മുദ്ര ചാർത്തി നിങ്ങളെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. അനേകായിരങ്ങളുടെ പ്രാർത്ഥനകൾ, അനേകായിരങ്ങളുടെ അനുഗ്രഹങ്ങൾ, അനേകായിരങ്ങളുടെ ആശംസകൾ, അനേകം ഭിന്ന സമൂഹങ്ങളുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ അനേകം ഭിന്ന സമൂഹങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള മതമോ ജാതമോ സമുദായമോ ഒന്നും പരിഗണിക്കാതെ നിങ്ങളെ തെരഞ്ഞെടുത്തു. കത്തോലിക്ക സീറോ മലബാർ സമുദായത്തിന്റെ വോട്ട് മാത്രം കൊണ്ട് ജയിച്ച ഒരു വ്യക്തി പോലും ഈ വേദിയിൽ നിന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനൊപ്പം സമുദായത്തോടും കത്തോലിക്ക വിശ്വാസികളായ ജനപ്രതിനിധികൾ കൂറു പുലർത്തണം. മതവുമായി ബന്ധിപ്പിക്കാത്ത രാഷ്ട്രീയം അവിശുദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏതു മുന്നണിയിലായാലും സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തണമെന്ന സന്ദേശം നൽകി കത്തോലിക്ക കോൺഗ്രസ് AKCC ഫെറോന ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മുന്നാനാൽ പറഞ്ഞു. പ്രസിഡന്റ് ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഫെറോന കൗൺസിൽ സെക്രട്ടറി ജോയ് ചാച്ചിറ, ലിസി ജോസഫ്, സിസ്റ്റർ ലിസറ്റ്, ജസ്റ്റിൻ ലൂക്കോസ്, ജോസ് നന്ദിക്കാട്ടുപടവിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ആന്റണി, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ടോണി ചിറമ്മൽ, തോമസ് കുരുവിള, ഷൈമ സണ്ണി, അച്ചമ്മ ജോസഫ്, NS റീന, ബാബു തോട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു. വർഷാചരണം ഫെറോന തല സമിതിയും രൂപീകരിച്ചു.
ഈ വർഷത്തെ സെൻട്രൽ സഹോദയയുടെ കിഡ്സ് ഫെസ്റ്റിന് നിലമ്പൂർ PVS മോഡൽ സ്കൂളിൽ തിരിതെളിഞ്ഞു. നിലമ്പൂർ MLA ആര്യടൻ ഷോക്കത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഥ പറച്ചിൽ നമ്മൾ കേൾക്കാൻ ഇരുന്നു കൊടുക്കുകയാണ്. ഇതൊക്കെ തിരക്കിലായ അമ്മയ്ക്കും അച്ഛനും ഒന്നും പലപ്പോഴും കഴിയാറില്ല. അവരേറെ വീട്ടിൽ ചെന്ന് പറയാൻ കാത്തുവെച്ച കഥകൾ ഉണ്ടാവും. സ്കൂളിലെ കഥകൾ, ടീച്ചറുടെ കഥകൾ, തൊട്ടടുത്തിരിക്കുന്ന അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കഥകൾ. പക്ഷെ പലപ്പോഴും നമുക്കത് കേൾക്കാൻ ഒന്നുകിൽ നമ്മൾ മൊബൈലിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ TV കാണുമായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ നിത്യ ജോലിയുടെ ഭാഗമായുള്ള ചില പ്രിപ്പറേഷനിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരിക്കും. പല കാരണങ്ങൾക്കും അങ്ങനെയുള്ള ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓട്ടത്തിന്റെ കാലത്താണ് ഒന്നിനും സമയമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ കാലത്താണ് LKG, UKG 1, 2 കുട്ടികൾക്ക് മാത്രമായി 8 സ്റ്റേജുകളിലായി നിലമ്പൂർ റീജിയന്റെ സഹോദയയുടെ ഒരു കലോത്സവം നടക്കുന്നത്. കലയ്ക്ക് മാത്രമേ മാനവികതയെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയൂ എന്ന് ആര്യടൻ ഷൗക്കത്ത് വിദ്യാർത്ഥികൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. അതുകൊണ്ട് പാട്ടും നൃത്തവും കഥയും ഒക്കെ ജീവിതത്തോട് ചേർത്ത് നിർത്തണമെന്ന് അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെട്ടു. PVS മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്വാഗതം പറഞ്ഞു. സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി CC അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ ഷഹല ബീഗം കിഡ്സിന്റെ സംഘാടന രീതികളെക്കുറിച്ച് വിവരിച്ചു സംസാരിച്ചു. സഹോദയ ട്രഷറർ ബിജു വർക്കി നന്ദി പറഞ്ഞു. K റഫീഖ് മുഹമ്മദ്, C ജുവൈരിയ, സിസ്റ്റർ ഷെർലി വർഗീസ്, സിസ്റ്റർ മിരിജ, ചിത്ര സുരേഷ്, അബ്ദുൾ മനാഫ്, അബ്ദുൾ ജലീൽ, C വേണുഗോപാൽ, റാഷിദ്, റീന ടീച്ചർ, സിസ്റ്റർ ജിൻസി മരിയ, സിബി, ഹർഷിദ്, ഊർമിള പത്മനാഭൻ, സന്ദീപ്, സജന, സിയദ് എന്നിവർ സംസാരിച്ചു. ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ നിലമ്പൂർ മേഖലയിലെ 18 വിദ്യാലയങ്ങളിൽ നിന്നായി 1400ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. LKG, UKG 1, 2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. 8 വേദികളിലായി 45 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. സമാപന സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാനും രാജ്യസഭ MP-യുമായ PV അബ്ദുൽ വഹാബ്, നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കിഡ്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ട് അവർക്ക് മൊമെന്റോ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ ജനറൽ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെയും പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ പറ്റി പെൻഷനു വേണ്ടി അപേക്ഷ നൽകിയവർക്ക് 2023 സെപ്റ്റംബർ മാസം മുതൽ 2025 ഡിസംബർ മാസം വരെയുള്ള 28 മാസത്തെ പെൻഷൻ കുടിശ്ശികയും അടിയന്തരമായി അനുവദിക്കണമെന്നും ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ ജനറൽ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജില്ലാ ഭാരവാഹികളായ ഗിരീഷ് ഒമനൂർ, C വേണുഗോപാൽ, അലവിക്കുട്ടി തിരുവാലി, അബു മേലാറ്റൂർ, ബാലചന്ദ്രൻ വള്ളിക്കുന്ന് എന്നിവർ സംസാരിച്ചു. വായനാശീലം വളർത്തുന്നതിനായി അമൽ കോളേജിലെ IQACയും ലൈബ്രറിയും റീഡിംഗ് റിലേ എന്ന പരിപാടി ആരംഭിച്ചു. കോളേജിലെ മുഴുവൻ കുട്ടികളിലും ഡിജിറ്റൽ യുഗത്തിലും വായനാശീലം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറുകഥകൾ, ലഘു നോവലുകൾ ഉൾപ്പെടെ 200 പുസ്തകങ്ങൾ 8 ഗ്രൂപ്പുകളാക്കി തിരിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകും. 2 ആഴ്ചയ്ക്ക് ശേഷം അടുത്ത 8 ഗ്രൂപ്പുകൾക്ക് കൈമാറും. ഇത്തരത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളിലും പുസ്തകം എത്തിക്കാനാകും. ആദ്യ പുസ്തകം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. എഴുത്തുകാരൻ സക്കീർ സാഖി മുഖ്യാതിഥിയായിരുന്നു. മലയാള വിഭാഗം അധ്യാപകൻ മുനീർ അഗ്രഗാമി, കോളേജ് ലൈബ്രറിയൻ ഡോക്ടർ M അഷ്റഫ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി, PK ഷമീല എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.